പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെ ഇസ്രയേലിലാണ്. അപ്പം അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പം നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും. ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പോൾ ആ ജോപ്പ അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ.
ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്. ബൈബിളിന്റെ നിലപാട് കണ്ട, അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെ കുറിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കെസറിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താണ്? വിജാതിയർ ഹീനജാതികളെന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പം ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ളവരെല്ലാം ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണേണ്ടല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് പത്രോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ നിനക്ക് ഇത് ഇവരെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല, അവർണനുമില്ല, സവർണനുമില്ല. ഇവനെന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷേ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടമുണ്ട്. നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം, ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പരിശുദ്ധ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്?
ബൈബിൾ സ്വീകരിച്ചവർ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിച്ചവർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ കൂനംകുരിശെന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോൾ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. അവിടെ സമ്പത്തുണ്ടായിരുന്നു. അന്ന് ഞാൻ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം കൂടെ ഉണ്ടായി. നമ്മൾ ഇങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമ്പന്നാകും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കും ബ്രദറുടെ കയ്യിൽ 90 ലക്ഷമൊക്കെ ചിലവാക്കിയാണല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പത്ത് നേടിയത്. നമ്മുടെ കയ്യിൽ 1000 രൂപ പോലും ഇല്ല, 100 രൂപ പോലും ഇല്ല. ഞാനെങ്ങനെയാണ് സമ്പത്ത് നേടുക? അതില്ല. നിൻ്റെ വിശ്വാസം അവിടെ കാണിച്ചാൽ മാത്രം മതി. എന്താ കാര്യമെന്ന് വെച്ചാൽ മാർക്ക് 12:43 നോക്കുമ്പോൾ വിധവയുടെ കയ്യിൽ ആകെ കൂടി ഉള്ളത് 2 ചെമ്പ് നാണയമാണ്. അവിടെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ദിനാറിടുമ്പോൾ, കുറേ കാശിടുമ്പോൾ വെറും ചെമ്പ് നാണയം എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ വില, ഒരു പെന്നിയുടെ വില പോലും ആയില്ല. ചെമ്പ് അവിടെ വിലയില്ലാത്ത. പക്ഷെ ആ കൂട്ടത്തിൽ അവിടെ 2 ആ ചെമ്പ് ഇട്ടപ്പോഴത്തേക്കും ഈശോ പറഞ്ഞാൽ ഇവിടെ സമ്പത്തുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? അവക്ക് ഈ ലോകത്തിൻ്റെ സമ്പത്ത് എന്ന് പറയണത് 2 ചെമ്പ് നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ ലോകത്തിൻ്റെ ആ സമ്പത്ത് അവൾ ഈശോയ്ക്ക് വേണ്ടി കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെയും പലരുടെയും സമ്പത്ത്, എനിക്ക് ഒന്നാം സ്ഥാനം, കുടുംബത്തിൽ എനിക്ക് വേണം ഒന്നാം സ്ഥാനം, എനിക്ക് ആദ്യത്തെ കല്യാണമാണെങ്കിലും എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ആദ്യം വേണം, ഏത് കാര്യവും എന്നോട് ചോദിക്കണം, എന്നോടുകൂടി ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ, ഞാൻ പറയണ വാക്കായിരിക്കും അവസാന വാക്ക്. ഇതെല്ലാം നിൻ്റെ സമ്പത്തായി ലോകത്ത്. അത് നിനക്ക് നഷ്ടപ്പെടാൻ സാധിക്കുക. എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം, എന്നോട് കരുതലുണ്ടാകണം, എന്നെക്കുറിച്ച് അന്വേഷിക്കണം, മക്കൾ എന്നെ തന്നെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നിൻ്റെ സമ്പത്താണ്. നിനക്ക് ദൈവത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? എൻ്റെ ആഗ്രഹം നടക്കണം, എന്താഗ്രഹവും നടക്കണം, ഇതെൻ്റെ സമ്പത്താണ്. ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ സാധിക്കുക. നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിട്ടുകൊടുക്കാൻ സാധിക്കുക. ഈശോയുടെ മുമ്പിൽ സമ്പന്നതാവും. ഈശോ ചെറിയ കാര്യമാണ്. നിൻ്റെ കയ്യിൽ ചെമ്പ് നാണയത്തിൻ്റെ വിശ്വാസം നീ കാണിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിൽ അവിടെ സംഗവി എന്ന് പറഞ്ഞ് ഒരു കൊച്ച് പ്രാർത്ഥിക്കാൻ വരും. ഹൈന്ദവ കൊച്ചാണ്. ഒരു കൊല്ലമായിട്ടത് ഇവിടെ ഉള്ളവർക്കൊക്കെ, ക്ലമനൊക്കെ അറിയാം, എൻ്റെ പ്രാർത്ഥനാ കൂട്ടിൽ ഉള്ളവരൊക്കെ ഒരു കൊല്ലമായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. നല്ലപോലും പ്രാർത്ഥിക്കും, മുമ്പിൽ കയറിയിരിക്കും. ഞാൻ വചനം പറയുമ്പോഴൊക്കെ അത് കേൾക്കും, എഴുതിയെടുക്കും, ഒക്കെ ചെയ്യും. അതെന്തിനാ വന്നതെന്ന് വെച്ചാൽ അസുഖം മൂലം, അതിൻ്റെ ഏതോ ഒരു അസുഖം കാരണം അതിൻ്റെ ഒരു കൊല്ലം വിദ്യാഭ്യാസം നിന്നുപോയി. അപ്പോൾ അത് ഒന്നുകൂടി മെച്ചപ്പെട്ട് കോഴ്സിന് ചേരാൻ വേണ്ടി അവിടെ PSG കോളേജിൽ ചേരാൻ വേണ്ടിയിട്ടാണ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനു വേണ്ടി ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടിയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത്. ഞങ്ങൾ അവിടെ സ്ലിപ്പ് എഴുതി വയ്ക്കും, എപ്പോഴും പ്രാർത്ഥന നിയോഗം എഴുതി വാങ്ങിക്കും. അതും എഴുതി എല്ലാ ആഴ്ചയും വരും അവിടെ. പ്രൈസ് ദി ലോർഡ്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പ്രാർത്ഥന. വന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം, ഒരു കൊല്ലം കഴിഞ്ഞ്, എനിക്കതൊക്കെ മറന്നുപോയി ആ കോഴ്സ് എന്നാണ് അതിൻ്റെ കൗൺസിലിംഗ് എന്നൊക്കെ. ഒരു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ മിസ്ഡ് കോൾ കിടക്കുക ഈ കൊച്ചിൻ്റെ. അപ്പോൾ ഈ കൊച്ചിൻ്റെ പല മിസ് കോളും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഇത് ഹൈന്ദവ കൊച്ചാണ്, ഇത് വിശ്വാസത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ഇതിനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇത് സങ്കടത്തോടെ എന്നോട് പറഞ്ഞ്, ബ്രദറിലെ പറഞ്ഞത് ഈശോടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടും. ഞാൻ സാധാരണ പള്ളിയിൽ ഇരുന്ന് ഇറങ്ങിയിട്ട് മുമ്പിൽ തന്നെ ഭക്ഷണം കഴിക്കാതെ പോകുന്ന കുർബാനയ്ക്ക്. അപ്പോൾ മുമ്പിൽ തന്നെ ഒരു ചായക്കടയുണ്ട്. എൻ്റെ വീക്ക്നെസ്സായ എപ്പോഴും ഒരു ചായ കുടിക്കണം. ചായ ഓർഡർ ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ആ ചായ വന്ന സമയം കൊണ്ട് ഞാൻ ഇതിനെ വിളിച്ചപ്പോഴത്തേക്കും ഇത് പറഞ്ഞ്, ഈശോ എന്ത് പറഞ്ഞാലും കൊടുക്കുമെന്ന് ഈ ബ്രദറല്ലേ പ്രസംഗത്തിൽ പറയണ. ഞാൻ പറഞ്ഞാണ്, എനിക്ക് കൗൺസിലിംഗ് കിട്ടിയില്ല. ഞാൻ ഒരു കൊല്ലമായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഇന്നായിരുന്നു കൗൺസിലിംഗ്, എനിക്ക് തന്നില്ല, സീറ്റ് തന്നില്ല. എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഞാൻ ചോദിച്ച് ഈശോടത്തെ, ഈശോയെ ഇവിടെ വിശ്വാസം പോകുമല്ലോ, അതിലത് പറഞ്ഞത് അവ വിശ്വസിച്ചല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തി തന്നു. അച്ഛൻ എപ്പോഴോ പറയണ്ടായി, യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 10 നീ നിൻ്റെ മനസ്സ് മാറ്റുമ്പോൾ ദൈവം മനസ്സ് മാറ്റുമെന്ന്. ഇതൊക്കെ സമ്പന്ന എങ്ങനെയാകുന്ന ഓരോ കാര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ചായക്കട നിന്നുകൊണ്ട് എന്ത് മനസ്സ് മാറ്റാനാണ്. അപ്പോൾ അയാൾ ചായക്കാരൻ ചായ കൊണ്ടുവന്ന് ഗ്ലാസ് കൈ തന്നു. ആ കുടി ചായ കുടിക്കാതിരിക്കുക, മനസ്സ് മാറ്റാം എന്ന് പറഞ്ഞ് ചായ എടുത്ത് ഞാൻ കളഞ്ഞ്. കടക്കാരൻ നോക്കിയിരിക്കുക, കൊള്ളില്ലെന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചായ കളഞ്ഞിട്ട് അവിടെ വെച്ച്, എന്നിട്ട് അൽത്താര മുമ്പിൽ തന്നെ അൽത്താരെ പോയിട്ട് മുട്ടിപ്പേ നിന്ന് കയ്യും പൊക്കി ഈശോടത്ത് പറഞ്ഞു, ഈശോയെ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി,
ഇത് ചെമ്പ് നാണയമാണ്, ഒരു ചായ എന്ന് പറയണത്. നിൻ്റെ മനസ്സ് നീ മാറ്റണം. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവളുടെ ഫോൺ വന്ന് അവൾ പറഞ്ഞ് എനിക്ക് സീറ്റ് കിട്ടി ബ്രദറെ. അവിടെ ഇരുന്ന് എന്നെ ഫീസ് കെട്ടാതിരിക്കുന്ന ഒരുത്തൻ ഫീസ് കെട്ടിയില്ല. അപ്പോൾ അവർ തിരിച്ച് എന്നെ വിളിച്ചിട്ട് ഫീസ് കെട്ടാൻ പറഞ്ഞ് ഞാൻ കെട്ടി, എനിക്ക് അഡ്മിഷനായിന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനി സമ്പന്നത ഉണ്ടെങ്കിൽ, സമ്പന്നനായിക്കഴിഞ്ഞാൽ അപ്പോൾ ദൈവം മനസ്സ് മാറ്റും. നീ ചോദിക്കുന്ന സ്ഥലത്ത് ദൈവം വരും. പ്രൈസ് ദി ലോർഡ്. ജോഷുവ 24:14 അതാണ് ഈശോ പറയണത്, പരിശുദ്ധാത്മാവ് പറയണത്. നീ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടാകണം. ആത്മാർത്ഥതയും വിശ്വസ്തതയും. ചെയ്യാൻ വേണ്ടി ചെയ്യരുത്, നിയോഗമായിട്ട് ചെയ്യരുത്, ഇതിനു വേണ്ടി ഒരു നേർച്ചയെടുത്ത പോലെ ചെയ്യരുത്, മെഴുതിരി കത്തിക്കുന്ന പോലെ കത്തിക്കരുത്. 9 ആഴ്ച മെഴുതിരി കത്തിക്കാം, അതൊരു നേർച്ചയായിട്ട് ചെയ്യരുത്. എന്ത് പ്രവർത്തിച്ചാലും അതിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടാകണം. നിൻ്റെ അക്കൗണ്ടിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നെ സമ്പന്നാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരാഴ്ച ഇത് ശ്രമിച്ചു നോക്ക്. ചെറിയ ചെറിയ കാര്യം മതി ദൈവത്തിന്. വിളിക്കുന്ന സ്ഥലത്ത് ദൈവം ഉണ്ടാകും. വിളിക്കുന്ന സ്ഥലത്ത് ദൈവം ഉണ്ടാകുമെന്ന് വെച്ചാൽ പുറകെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നീ നോക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും മുഖത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷമായിരിക്കണം. എപ്പോഴും സന്തോഷമായിരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളൊരു അവബോധം എപ്പോഴും ഉണ്ടാകണം. ഇത് തന്നെയാണ് സ്ഥലം. എൻ്റെ അന്വേഷണത്തിൻ്റെ കണ്ടെത്തൽ ഇവിടെ തന്നെയാണ്. നിങ്ങളെ എല്ലാ പ്രശ്നവും ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ പിതാവിനെ അറിയാം. മത്തായി 6:8 പറയുന്ന പോലെ ദൈവം സ്കാൻ ചെയ്ത് എടുത്തോളൂ അത്. അപ്പം ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, അല്ല ഇത് പറയണ എവിടെ തുടങ്ങണം, അങ്ങനെ ഒന്നും ഉത്കണ്ഠ വേണ്ട. ഇത് ഉടമ്പടിക്ക് വരുമ്പോൾ ഉടമ്പടി ഒരു വിളിയാണ്. വിളിക്കപ്പെടാതെ ആർക്ക് വരാൻ പറ്റില്ല. സ്വന്തം ആക്കാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് വഴി ദൈവത്തിൻ്റെ വിളിയായത്. ഇതൊരു ജീവിതമാണ്. ഇത്രയും കാലം ലോക ജീവിതത്തിലിരുന്ന് വേർപെട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോയി ഉടമ്പടി എടുക്കുമ്പോൾ അത് ആ ജീവിതം നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്കും നമുക്ക് അമ്മ മാതാവ് തരുന്ന സമ്മാനമാണ് നിങ്ങളെ ഈ നിയോഗം. നിങ്ങൾ എഴുതി വയ്ക്കുന്ന നിങ്ങളെ നിയോഗങ്ങൾ എല്ലാം, അത് മാത്രമല്ല ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരും. ബോണസ് കിട്ടും. നിങ്ങൾ ചോദിക്കാത്തതില്ല. നിങ്ങളാ ജീവിതം അത് മാറണം. അതാണ് ഉടമ്പടി ദൈവമായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ കാണുമ്പോൾ ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, നീ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. 1 പത്രോസ് 5:7 പറയുക, നിനക്കെന്തിനാ ഉത്കണ്ഠ വേണ്ട, എനിക്ക് നിന്നോട് കരുതലുണ്ട്, ഞാൻ ശ്രദ്ധാലുവാണ്. അതേപോലെ ലൂക്ക 12:22 ദൈവം നമ്മളോട് കൽപ്പിക്കുക, അത് കൽപ്പനയാണ്.
ആ കൽപ്പനയിൽ തന്നെ വാഗ്ദാനമുണ്ട്. നീ എന്ത് കഴിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് അണിയും എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടേണ്ട. അതിന് ശേഷം ആ വാഗ്ദാനം നിൻ്റെ പിതാവിനെ അറിയാം നിനക്ക് ആവശ്യമുള്ളതെല്ലാം. ലൂക്ക 12:7 പിന്നെയും ഈ സംരക്ഷണത്തിൽ വാഗ്ദാനമാണ്. നിന്നെക്കുറിച്ച് എന്തോരം കരുതലാണെന്ന് വെച്ചാൽ നിന്നെക്കുറിച്ച് അറിയണേക്കാളും എനിക്ക് നിന്നെക്കുറിച്ചുള്ള കരുതലാണ്. നിൻ്റെ ഓരോ മുടികൾ, ശരീരത്തിൻ്റെ മുടികൾ ഞാൻ എണ്ണിയിരിക്കുക.